ദിവീ ശരണം അമ്മേ മേലേ മേലേ പയോധൗ തിരനിരയതുപോൽ ഗദ്യപദ്യങ്ങളോർത്തും കാലേ കാലേ ഭവിപ്പാൻ ജഗമതിരുളിയായി ചിന്നിടും തേൻകുഴമ്പേ ബാലേ ബാലേ മനോജ്ഞേ പരിമൃദുലതനോ യോഗിമാർ നിത്യമുണ്ണും പാലേ ലീലേ വസിക്കൻ മനസ്സി സുഹൃതസന്താനവല്ലി സുചില്ലി ദിവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർക്കാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഹരിശ്ചന്ദ്ര ചരിതമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത്. അതിൽ വരുണൻ ഹരിശ്ചന്ദ്രനെ ശപിച്ച ഭാഗങ്ങളാണ് 15-ാമത്തെ അധ്യായത്തിൽ നാം പറഞ്ഞു നിർത്തിയത്. പിന്നീട് അടുത്തതായിട്ടുള്ള 16-ാമത്തെ അധ്യായത്തിൽ ശുനശേഫനെ ബലി കൊടുക്കാനുള്ള ശ്രമത്തിനെയാണ് ഇവിടെ വ്യാസൻ പറയാൻ തുടങ്ങുന്നത്. വ്യാസൗവാച ഗദേധവരുണേ രാജ രോഗേണാതീവ പീഡിത ദുഃഖം പരം പ്രാപ്യ വ്യതിധോ അഭൂദ്ഭൃശം തഥാ. അങ്ങനെ ഹരിശ്ചന്ദ്രനെ ശപിച്ച വരുണൻ പോയി. വരുണൻ്റെ ശാപം കൊണ്ട് ഹരിശ്ചന്ദ്രൻ രോഗത്താൽ അത്യധികം ദുഃഖിച്ചു, അവശനായി, ശരീരക്ലേശങ്ങളുണ്ടായി. കാട്ടിലേക്ക് പോയിട്ടുള്ള ഹരിശ്ചന്ദ്രൻ്റെ പുത്രൻ കാട്ടിൽ വെച്ച് തൻ്റെ പിതാവിന് ഉണ്ടായ രോഗത്തിനെക്കുറിച്ച് എങ്ങനെയോ മനസ്സിലാക്കി. താൻ കാരണമാണല്ലോ തൻ്റെ അച്ഛന് ഈ രോഗമുണ്ടായതും തന്മൂലം ഈ ദുഃഖം അനുഭവിക്കുന്നതും. അതിന് കാരണക്കാരൻ താനാണ്. അതുകൊണ്ട് താൻ മൂലം അച്ഛനൊരു ദുഃഖമുണ്ടാവരുത് എന്ന് തോന്നിയതായിട്ടുള്ള ആ പിതൃസ്നേഹം ഉണ്ടായിരുന്നതായിട്ടുള്ള പുത്രൻ ഏതാണ്ടപ്പോഴേക്കും 1 വർഷമായി കഴിഞ്ഞിരിക്കുന്നു. തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനമെടുത്ത് കൊട്ടാരത്തിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്താണ് ഒരു വിപ്രൻ്റെ വേഷത്തിൽ അവിടെ ദേവേന്ദ്രൻ വന്നത് എന്ന് പറയുകയാണ്. ദേവേന്ദ്രൻ വന്ന് ആ ഉദ്യമത്തിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഇനി വ്യാസൻ പറഞ്ഞു വരുന്നത്. ഇന്ദ്രൻ പറയണു, ഇന്ദ്രോവാച രാജപുത്രന ജാനാസി രാജനീതിം സുദുർലഭാമത കരോഷി മൂഢസ്ത്വം ഗമനായ മതിം വൃഥാ. ഹേ രാജകുമാര, ദുർലഭമായിട്ടുള്ള ഈ രാജനീതിയെക്കുറിച്ചൊന്നും നിനക്ക് ഒരറിവുമില്ല. അതുകൊണ്ടാണ് നീ ബുദ്ധിയില്ലാത്തവനെ പോലെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകാൻ ഒരുങ്ങണത്. നീ കൊട്ടാരത്തിലേക്ക് പോയാൽ നിൻ്റെ അച്ഛൻ വരുണനെ പ്രീതിപ്പെടുത്താനുള്ള ഒരു യാഗം ബ്രാഹ്മണരെ വിളിച്ച് നടത്തി തൻ്റെ വാക്കിനെ സത്യമാക്കാനും തൻ്റെ രോഗത്തിൽ നിന്നും വിമുക്തമാകാനും നിന്നെ വരുണനെ യജ്ഞ പശുവായിട്ട് ബലി കഴിക്കും. നീ വധിക്കപ്പെടും. അത് നീ മനസ്സിലാക്കണില്ല. എന്തൊക്കെ തന്നെ ആയാലും ഒരു നീതിന്യായം പറയാണ് ഇവിടെ ഇന്ദ്രൻ. എല്ലാ പ്രാണികൾക്കും അവനവനോട് തന്നെയാണ്, അവനവൻ്റെ ജീവനോട് തന്നെയാണ് ഏറ്റവും അധികം പ്രിയമുള്ളത്. പുത്രൻ, ഭാര്യാധനം, ഇതൊക്കെ അവനവൻ്റെ പ്രീതിക്ക് വേണ്ടി, അവനവൻ്റെ സുഖത്തിന് വേണ്ടിയാണ് അവരെയെല്ലാം സ്നേഹിക്കുന്നതും അവരെയെല്ലാം വളർത്തുന്നതും. ആത്യന്തികമായിട്ടുള്ള പ്രിയം, സ്നേഹം എല്ലാവർക്കും അവനവൻ്റെ ശരീരത്തോട് തന്നെയാണ്, അവനവൻ്റെ ജീവനോട് തന്നെയാണ്.
ബാക്കിയുള്ളതൊക്കെ പ്രിയം എന്ന് നമ്മൾ പറയണത് വാക്കുകളാൽ പറയണു എന്നല്ലാതെ കണ്ട് ഏറ്റവും അധികം നമുക്ക് പ്രിയം അവനവൻ്റെ ജീവനോട് തന്നെയാണ്. ഒരു ആയുസ്സ് മുഴുവൻ ജോലി ചെയ്ത് സമ്പാദിച്ച ധനം അതിനെ ആരെങ്കിലും നമ്മളുടെ കഴുത്തിൽ കത്തിയോ തോക്കോ വെച്ച് ധനം തന്നില്ലെങ്കിൽ തന്നെ ഇപ്പോൾ കൊല്ലും എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവനെ രക്ഷിക്കാനാണ് നോക്കുക. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതല്ലേ, ധനം കൊടുക്കില്ല എന്ന് ആരും പറയില്ല. ധനം കൊടുത്താലും അവനവൻ്റെ ജീവനെ രക്ഷപ്പെടുത്താനാണ് നോക്കുക. അപ്പോൾ ഏറ്റവും അധികം പ്രിയം അവനവൻ്റെ ജീവനോട് തന്നെയാണ്. അത് കഴിഞ്ഞേ മറ്റുള്ളതിനോട് എന്തിനോടായാലും പ്രിയം ആർക്കുമുള്ളൂ. അതുകൊണ്ട് നീ അവിടെ മടങ്ങിച്ചെന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ വാക്കിനെ സത്യമാക്കാനും ഈ രോഗത്തിൽ നിന്നും രക്ഷപ്പെട്ട് ജീവൻ നിലനിർത്താനും തൻ്റെ അച്ഛൻ എന്നെ വരുണന് ബലി കൊടുക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. യാഗപശുവാക്കും. അതുകൊണ്ട് അത് ബുദ്ധിയായിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല, നീയാണ് ഉത്തരാവകാശി രാജ്യം ഭരിക്കാനായിട്ട്. അപ്പം അച്ഛനായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ്റെ മരണശേഷം നീയാണ് രാജാവായിട്ട് രാജ്യം ഭരിക്കാൻ ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നീ പോവരുത്. അച്ഛൻ മരിച്ച ശേഷം മാത്രം കൊട്ടാരത്തിലേക്ക് പോയാൽ മതി. അതിൽ പിന്നെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ആ വരുണനോട് ചെയ്ത സത്യം അതോടുകൂടി അവസാനിച്ചുവല്ലോ. അപ്പം പിന്നെ നിനക്ക് രാജാവായിട്ട് രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ആ ഹരിശ്ചന്ദ്രൻ്റെ പുത്രൻ്റെ ബുദ്ധിയെ ഭ്രമിപ്പിച്ചു. ഏതായാലും തൽക്കാലം ഇന്ദ്രൻ്റെ വാക്കുകളെ കേട്ട അവൻ അത് സ്വീകരിച്ചു. വീണ്ടും അങ്ങനെ ആ രാജകുമാരൻ 1 വർഷം കൂടി ആ വനത്തിൽ വസിച്ചു എന്നാണ് പറയണത്. അച്ഛൻ അത്യന്തം ദുഃഖിതനാണ് എന്ന് കേട്ടിട്ട് ഞാൻ മരിച്ചാലും വിരോധമില്ല, തൻ്റെ പുത്രധർമ്മം താൻ ചെയ്യണം, തന്നെക്കൊണ്ട് അച്ഛന് ഒരു ദുഃഖമുണ്ടാവരുത്, അച്ഛൻ്റെ മരണം താൻ നിമിത്തമാണ് ഉണ്ടായത് എന്നുള്ള ഒരു അപവാദം നാളെ ഉണ്ടാവരുത് എന്നെല്ലാം തീരുമാനിച്ച അവൻ വീണ്ടും കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് തീരുമാനിക്കണു. അപ്പോൾ വീണ്ടും ആ വിപ്രൻ്റെ വേഷത്തിൽ ദേവേന്ദ്രൻ ഹരിശ്ചന്ദ്രൻ്റെ ഈ പുത്രനായിട്ടുള്ള രോഹിതൻ്റെ അടുത്തേക്ക് എത്തി. യുക്തിവാദങ്ങളൊക്കെ പറഞ്ഞ് രാജകുമാരനെ തടഞ്ഞു വച്ചു. ഇപ്പോഴ് പോയിക്കഴിഞ്ഞാൽ നിൻ്റെ മരണമാവും ഉണ്ടാവുക എന്നെല്ലാം പറഞ്ഞ് യുക്തായുക്തങ്ങളൊക്കെ പറഞ്ഞ് അവനവൻ്റെ ജീവനെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പ്രാണിയുടെ ആത്യന്തികമായിട്ടുള്ള ധർമ്മം. അവനവൻ്റെ ജീവനെ രക്ഷിക്കുക. പ്രാണസങ്കടത്തിൽ അസത്യം ചെയ്യുകയോ അസത്യം പ്രവർത്തിക്കുകയോ ചെയ്യാമെന്നൊക്കെ ശുക്രനീതിയിൽ ആ മഹാബലി ചരിതം വരുന്ന സമയത്ത് അവിടെ ശുക്രൻ മഹാബലിയെ ഉപദേശിക്കുന്നത് ഭാഗവത മഹാപുരാണത്തിലുണ്ട്. അപ്പോൾ അവനവൻ്റെ ജീവനെ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ധർമ്മം. അതിന് എന്തെങ്കിലും നമ്മളൊരു അസത്യം ചെയ്യണം, ഒരു അധർമ്മം ചെയ്യണം എന്ന് പറഞ്ഞാലും ആ ജീവനെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രാണിയുടെ ഏറ്റവും വലിയ ധർമ്മം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും രാജകുമാരൻ്റെ ബുദ്ധിയെ ഭ്രമിപ്പിച്ചു എന്നാണ് പറയണത്. ഏതായാലും ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.